ഹായ് ഫ്രണ്ട്സ്, HSA ഇംഗ്ലീഷ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു അസുഖമൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ദിവസമായി നമ്മൾ ഇതിൽ വന്നിട്ട്. എന്താണെങ്കിലും ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ എന്ന് പറയുന്ന ഡ്രാമയിലുള്ള ഒരു ഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ നിന്നുള്ള ഏതാനും ക്വസ്റ്റ്യൻസാണ്. സാധാരണയിൽ കവിഞ്ഞൊരു 30ഓളം ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മില്ലേഴ്സ് ഓട്ടോബയോഗ്രഫി ഷോർട്ടായിട്ട് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടാവും, ക്ഷമിക്കുക. മില്ലേഴ്സ് ഓട്ടോബയോഗ്രഫി. ആൻസർ എന്താണ്? ടൈം ബെൻസ് എ ലൈഫ്. മില്ലറിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ടൈം ബെൻസ് എ ലൈഫ്. 1987 ഇത് വരുന്നത്. ഓക്കെ, പബ്ലിഷ്ഡ് ഇൻ 1987. മില്ലേഴ്സ് ഓട്ടോബയോഗ്രഫി ടൈം ബെൻസ് എ ലൈഫ്. ഓക്കെ, ഇൻ 1987 1987 ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. മില്ലേഴ്സ് ഓട്ടോബയോഗ്രഫി ടൈം ബെൻസ് എ ലൈഫ്, 1987. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The play means here Death of a Salesman. Death of a Salesman was first entitled as Inside His Head. The play Death of a Salesman was first entitled as Inside His Head. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഓട്ടോബയോഗ്രഫി ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യനും ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ്റെ ഫസ്റ്റ് ടൈറ്റിൽ എന്തായിരുന്നു എന്നുള്ളത് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇൻസൈഡ് ഹിസ് ഹെഡ് ആണ് ആൻസർ. ഇൻസൈഡ് ഹിസ് ഹെഡ്. തേർഡ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് മില്ലേഴ്സ് ഫസ്റ്റ് പ്ലേ? ആൻസർ നോ വില്ലൻ. അഗെയിൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എടുക്കുന്നതൊക്കെ ഒരുവിധം ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തുന്നത്. ഇതിൽ ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയതാണ്, ശ്രദ്ധിക്കുക. വിച്ച് ഈസ് മില്ലേഴ്സ് ഫസ്റ്റ് പ്ലേ? ഏതാണ് ഫസ്റ്റ് പ്ലേ? നോ വില്ലൻ. പ്രൊഡ്യൂസ്ഡ് ഇൻ 1936. 3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരിക്കുന്നു. മില്ലേഴ്സ് ഓട്ടോബയോഗ്രഫി ഏതാണ്? ടൈം ബെൻസ് എ ലൈഫ് ഇൻ 1987. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ പ്ലേ വാസ് ഫസ്റ്റ് എൻടൈറ്റിൽഡ്, ദാറ്റ് മീൻസ് ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ വാസ് ഫസ്റ്റ് എൻടൈറ്റിൽഡ് ആസ് ഇൻസൈഡ് ഹിസ് ഹെഡ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് മില്ലേഴ്സ് ഫസ്റ്റ് പ്ലേ? No villain, which is produced in 1936. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ. ആർതർ മില്ലർ വാസ് ആൻ ഡാഷ് പ്ലേറൈറ്റ്. അമേരിക്കൻ പ്ലേറൈറ്റാണ് ആർതർ മില്ലർ. അപ്പോൾ ഇങ്ങനെ നമ്മളുള്ള അമേരിക്കൻ റൈറ്റേഴ്സ് ഇതൊക്കെ ഓർത്ത് വയ്ക്കട്ടോ. കാരണം നമ്മുടെ ഇൻ്റർവ്യൂവിന് നമ്മളോട് ഏത് ക്വസ്റ്റ്യനും വേണമെങ്കിൽ ചോദിക്കും. എന്നോട് എൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അമേരിക്കൻ പ്ലേറൈറ്റ്സിൻ്റെ നെയിംസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓർത്ത് വയ്ക്കുക, ആർതർ മില്ലർ വാസ് ആൻ അമേരിക്കൻ പ്ലേറൈറ്റ്. ഓക്കെ, അമേരിക്കൻ പ്ലേറൈറ്റാണ് നമ്മുടെ ആർതർ മില്ലർ. ഓക്കെ, ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. How many acts are there in the play? ഏത് പ്ലേയുടെയാണ് പറയുന്നത്? ഡെത്ത് ഓഫ് എ സെയിൽസ്മാനിൽ പറയുന്നു ഹൗ മെനി ആക്ട്സ് ആർ ദർ ഇൻ ദ പ്ലേ. പ്ലേ ഏതാണ്? ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ. ഹൗ മെനി ആക്ട്സ് ആർ ദർ ഇൻ ദ പ്ലേ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ എന്ന് ചോദിക്കുമ്പോൾ ആൻസർ എന്താണ്? നമുക്കറിയാവുന്ന പോലെ ഇറ്റ് ഈസ് എ 2 act ട്രാജഡി. ഇതൊരു ട്രാജഡി ആണെന്ന് അറിയാലോ. ട്രാജഡിയാണ് നോർമൽ ലൈഫ്, അല്ലേ? നോർമൽ ലൈഫ് ഓഫ് പീപ്പിൾ. ഇപ്പോൾ കുറച്ച് ഒരു നോർമൽ ലൈഫാണ് ഇതിൽ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ട്രാജിക് പ്ലേ ആണ് ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ. ഇതൊരു 2 act ട്രാജഡിയാണ്. ഇത് ഡെത്ത് ഓഫ് എ സെയിൽസ്മാനെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ ആർതർ മില്ലറിനെ കുറിച്ച് പറഞ്ഞു. ആർതർ മില്ലർ ഒരു അമേരിക്കൻ പ്ലെയർ ആയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം ബെൻസ് എ ലൈഫാണ്.
1987 ആണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള മീൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇയർ. പിന്നെ പറഞ്ഞത് നമ്മുടെ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ എന്നുള്ള പ്ലേ ഫസ്റ്റ് എൻടൈറ്റിൽ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്, ഇൻസൈഡ് ഹിസ് ഹെഡ് ആണ്. ദെൻ മില്ലറിൻ്റെ ഫസ്റ്റ് പ്ലേ നമ്മൾ പറഞ്ഞു നോ വില്ലൻ ആണ്, പ്രൊഡ്യൂസ്ഡ് ഇൻ 1936 ആണ്. ആർതർ മില്ലർ ഒരു അമേരിക്കൻ പ്ലേ റൈറ്റ് ആണ്. ആൻഡ് ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ ഈസ് എ 2 act ട്രാജഡി. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ പ്രോട്ടഗണിസ്റ്റ് ഓഫ് ദ പ്ലേ? ഹൂ ഈസ് ദ പ്രോട്ടഗണിസ്റ്റ് ഓഫ് ദ പ്ലേ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ? ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ്റെ പ്രോട്ടഗണിസ്റ്റ് ആരാണ്? അറിയാം, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ കാര്യമായിട്ട് അറിയാവുന്ന ഒരു പേരാണ് വില്ലി ലോമാൻ അല്ലേ. ഈ വില്ലി ലോമാൻ്റെ ഒരു പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് സിറ്റുവേഷൻസ് കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലേ ആണ് ഇത് നമ്മുടെ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ അല്ലേ. ചില കോൺഷ്യസ്നെസ്സും ഒരു ലെവലിലൂടെ പോകുന്ന ഒരു പ്ലേ ആയിട്ടാണ് നമ്മുടെ ഡെത്ത് ഓഫ് എ സെയിൽസ്മാനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഹു ഈസ് ദ പ്രോട്ടഗണിസ്റ്റ് ഓഫ് ദ പ്ലേ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ ചോദിച്ചാൽ വില്ലി ലോമാൻ. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഡയലോഗ് ഇൻ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ? ഈ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ്റെ ഡയലോഗിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ്? വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഡയലോഗ് ഇൻ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ? എന്താണ് സ്പെഷ്യാലിറ്റി? സാധാരണയായിട്ട് നമ്മൾ പറഞ്ഞ ലാംഗ്വേജ് ഓഫ് ട്രാജഡി ഷുഡ് ബി പോയറ്റിക് ആൻഡ് ഓർണമെൻറ്റൽ. ഓക്കെ, നമ്മുടെ ട്രാജഡിയുടെ ലാംഗ്വേജ് ഒക്കെ സാധാരണ ഒരു പോയറ്റിക് ആൻഡ് ഓർണമെൻറ്റൽ ലെവലിലാണ് വേണ്ടത് എന്നാണ് പറയുക. ബട്ട് ഹിയർ ഇൻ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ ലാംഗ്വേജ് എങ്ങനെയാണ്? ദ ലാംഗ്വേജ് ഈസ് എൻ ഓർഡിനറി ലാംഗ്വേജ് ആയിട്ടാണ് കാണുന്നത്. സാധാരണ ഒരു സ്പോക്കൺ ലാംഗ്വേജ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് സാധാരണയായിട്ട് ലാംഗ്വേജ് ഓഫ് ട്രാജഡി എങ്ങനെ ആയിരിക്കണം എന്നാണ് നിർബന്ധം സാധാരണ പറയുന്നത്, ഷുഡ് ബി പോയറ്റിക് ആൻഡ് ഓർണമെൻറ്റൽ. അത് മനസ്സിൽ വെച്ചേക്കുക. ലാംഗ്വേജ് ഓഫ് ട്രാജഡി ഷുഡ് ബി പോയറ്റിക് ആൻഡ് ഓർണമെൻറ്റൽ. ഓക്കെ, ബട്ട് ഹിയർ വി ഹാവ് എൻ ഓർഡിനറി ലാംഗ്വേജ് ഇൻ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ. ഓക്കെ, ഇനി നമ്മൾ നോക്കാം. അടുത്തത് എന്താണ്? എട്ടാമത്തെ ചോദ്യമാണ്. എട്ടാമത്തെ ചോദ്യം ഇതാണ്. എന്താ? ദ പ്ലേ ഹിയർ മീൻസ് ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ. ദ പ്ലേ വാസ് ഫസ്റ്റ് പെർഫോംഡ് ഇൻ അല്ലേ, നമ്മൾ പറഞ്ഞത് ഒരു പ്ലേ പെർഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ പ്ലേ വാസ് ഫസ്റ്റ് പെർഫോംഡ് ഇൻ, ഏത് വർഷമാണ് ഈ പ്ലേ ഫസ്റ്റ് പെർഫോം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് ചോദ്യം. എപ്പോഴാണ്? 1949 February 10. 1949 February 10. Okay, the play was first performed in 1949 February 10. 1949 February 10. Okay, ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, മെയിൻ തീം ഓഫ് ദ പ്ലേ. ആൻസർ എന്തായിരിക്കും? ആൻസർ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആൻസറാണ്. സിമ്പിൾ മീൻസ് നമുക്കറിയാവുന്ന ഒരു ആൻസറാണ്. ഒരു അമേരിക്കൻ ഡ്രീമാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. അമേരിക്കൻ ഡ്രീം. മെയിൻ തീം ഓഫ് ദ പ്ലേ എന്ന് ചോദിച്ചാൽ അമേരിക്കൻ ഡ്രീമാണ് ആൻസർ. മെയിൻ തീം, ഒരുപാട് തീം അതിൽ വരുന്നുണ്ട്. നമുക്കറിയാം, ഏതൊരു ഡ്രാമ അല്ലെങ്കിൽ ഒരു പോം എടുക്കുകയാണെങ്കിൽ, പ്രോസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് തീം അതിൽ വരും. പക്ഷേ ഇവിടെ ഡെത്ത് ഓഫ് എ സെയിൽസ്മാനിലും അതേപോലെ തീമുകളുണ്ട്. ബട്ട് ഹിയർ ദ മെയിൻ തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ ഡ്രീമാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി വാട്ട് ഡിഡ് ദ വാൾ സ്ട്രീറ്റ് ക്രാഷ് ഹാപ്പൺ? when did the Wall Street crash happen? ഓക്കെ, ഇത് നമ്മുടെ ആർതർ മില്ലറിൻ്റെ ആ ഒരു ലൈഫ് ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട്. അവരുടെ ലൈഫ് വളരെ ഒരു ലക്ഷൂറിയസ് ലൈഫായിട്ട് പോകുന്ന സമയത്ത് ഒരു വാൾ സ്ട്രീറ്റ് ക്രാഷ് അവരുടെ ലൈഫിനാകെ താളം തെറ്റിച്ചു. പിന്നെ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണ് ഇത് എന്നൊരു പക്ഷേ ചോദിച്ചേക്കാം അല്ലേ. ഇപ്പോഴത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്കത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്താണ്? when did the Wall Street crash happen? എപ്പോഴാണ് ഈ പറഞ്ഞ വാൾ സ്ട്രീറ്റ് ക്രാഷ് ഉണ്ടായത്? ആൻസർ 1929. The Wall Street crash of 1929.
ദ വാൾ സ്ട്രീറ്റ് ക്രാഷ് ഓഫ് 1929. ഈ ഒരു വാൾ സ്ട്രീറ്റ് ക്രാഷ് 1929 വാൾ സ്ട്രീറ്റ് ക്രാഷിനെ എന്തുകൂടി അറിയപ്പെടുന്നു? ഓൾസോ നോൺ ആസ് ദ ഗ്രേറ്റ് ക്രാഷ്. അപ്പോൾ ഗ്രേറ്റ് ക്രാഷും ദ വാൾ സ്ട്രീറ്റ് ക്രാഷും സെയിം തന്നെയാണ്. ദ വാൾ സ്ട്രീറ്റ് ക്രാഷ് അല്ലെങ്കിൽ എന്താ പറയുക, ഗ്രേറ്റ് ക്രാഷ്. ഓക്കെ, വിച്ച് ഹാപ്പൻഡ് ഇൻ 1929. ഓക്കെ, ദ വാൾ സ്ട്രീറ്റ് ക്രാഷും ദ ഗ്രേറ്റ് ക്രാഷും, ഈ വാൾ സ്ട്രീറ്റ് ക്രാഷിനെ 1929 വാൾ സ്ട്രീറ്റ് ക്രാഷിനെ എന്തുകൂടി അറിയപ്പെടുന്നു? ഗ്രേറ്റ് ക്രാഷ് എന്നുകൂടി അറിയപ്പെടുന്നു. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദ പ്ലേ എക്സ്പ്ലോർ? വാട്ട് ഡസ് ദ പ്ലേ എക്സ്പ്ലോർ? എന്താണ് ഈ പ്ലേ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്? എന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യം. ഓക്കെ, വാട്ട് ഡസ് ദ പ്ലേ എക്സ്പ്ലോർ? ഇനി ആൻസർ എന്താണ്? ആൻസർ നമുക്ക് നോക്കും. കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞു ഒരു ഓർഡിനറി ലാംഗ്വേജാണ്, ഓർഡിനറി പീപ്പിളാണ് നമ്മുടെ ഡെത്ത് ഓഫ് എ സെയിൽസ്മാനിലെ ക്യാരക്ടേഴ്സ് വരുന്നത്. ഒരു ഓർഡിനറി ലൈഫ് അല്ലേ കൊണ്ടുപോകുന്നതിലുള്ള, അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വാട്ട് ഇസ് ദ പ്ലേ എക്സ്പ്ലോർ എന്ന് ചോദിക്കുമ്പോൾ ആൻസർ ഇതാണ്. ദ പ്ലേ എക്സ്പ്ലോർസ് ദ സൈക്കോളജിക്കൽ കയോസ് ഓഫ് ദ പ്രോട്ടഗണിസ്റ്റ് and the capitalist society's impact on his life. The play explores the psychological chaos of the protagonist. നമ്മൾ ആ ഒരു ഫസ്റ്റ് ഒരു ഹെഡിങ് പറയില്ലേ, ഇൻസൈഡ് ഹിസ് ഹെഡ്, അതൊക്കെ ഈ ഒരു സൈക്കോളജിക്കൽ കയോസിനോട് റിലേറ്റഡ് ആയിട്ട് വരുന്ന, അതിനോട് മാച്ചിങ് ആയിട്ട് വരുന്നൊരു ടൈറ്റിലാട്ടോ ഇൻസൈഡ് ഹിസ് ഹെഡ്. ഒക്കെ, ദ പ്ലേ എക്സ്പ്ലോർസ് ദ സൈക്കോളജിക്കൽ കയോസ് ഓഫ് ദ പ്രോട്ടഗണിസ്റ്റ് ആൻഡ് ദ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റീസ് ഇമ്പാക്റ്റ് ഓൺ ലൈഫ്. ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി, ഒക്കെ അമേരിക്കൻ ഡ്രീം, ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി, ഇതൊക്കെ ഓർത്തിരിക്കുക. ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റീസ് ഇമ്പാക്റ്റ് ഓൺ ലൈഫ്. ഇനി ഓക്കെ, അപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കാം. ദ വാട്ട് ഡസ് ദ പ്ലേ എക്സ്പ്ലോർ? ദ പ്ലേ എക്സ്പ്ലോർസ് ദ സൈക്കോളജിക്കൽ കയോസ് ഓഫ് ദ പ്രോട്ടഗണിസ്റ്റ് ആൻഡ് ദ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റീസ് ഇമ്പാക്റ്റ് ഓൺ ഹിസ് ലൈഫ്. അല്ലേ, കാരണം നമ്മൾ പറഞ്ഞു ഒരു മിസറബിൾ കണ്ടീഷനിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്, വില്ലി ലോമൻ കടന്നുപോയത്. അപ്പോൾ ആ ഒരു ലൈഫും അതിൻ്റെ ഒരു സിറ്റുവേഷൻസൊക്കെ, ഒരു ബാഡ് സിറ്റുവേഷൻസൊക്കെ അദ്ദേഹം ഫേസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസൊക്കെയാണ് ഇതിലൂടെ കാണിക്കുന്നത് അല്ലേ. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ. ഡ്രാമാറ്റിക് ടെക്നിക് യൂസ്ഡ് ഇൻ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ. Dramatic technique used in Death of a Salesman. Very important question. Answer: expressionism. Expressionism. Dramatic technique used in Death of a Salesman. Very 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 important question. Answer: expressionism. 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 Okay. ഇനി 13ാമത്തെ question. Which is Miller's masterpiece? Which is Miller's masterpiece? Again an important question. Which is Miller's masterpiece? ഏതായിരിക്കും മില്ലറിൻ്റെ മാസ്റ്റർ പീസ് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ ഈസ് ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ. Which is Miller's masterpiece? Death of a Salesman. Dramatic technique used in Death of a Salesman. Expressionism. ഇനി the play Death of a Salesman was first entitled as In His Head. പിന്നെ ഇൻസൈഡ് ഹിസ് ഹെഡ്. ദെൻ വേറൊരു ക്വസ്റ്റ്യൻ എന്താണ്? അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി, മില്ലേഴ്സ് ഓട്ടോബയോഗ്രഫി ഈസ് ടൈം ബെൻസ് എ ലൈഫ്. ദ പ്ലേ വാസ് ഫസ്റ്റ് എൻടൈറ്റിൽഡ് നമ്മൾ പറഞ്ഞു ഇൻസൈഡ് ഹിസ് ഹെഡ് ആണ്. വിച്ച് ഈസ് മില്ലേഴ്സ് ഫസ്റ്റ് പ്ലേ? ന്യൂ വില്ലൻ. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഈസ് മില്ലേഴ്സ് മാസ്റ്റർ പീസ്? ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ മ്യൂസിക് ഇൻ ദ പ്ലേ? മ്യൂസിക് എന്നുള്ള ഇവിടെ ഒരു സിമ്പലാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിമ്പലാണ് ഇത് മ്യൂസിക് എന്നുള്ളത്. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ മ്യൂസിക് ഇൻ ദ പ്ലേ? ഈ പ്ലേയിലെ
മ്യൂസിക്കിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? അപ്പം മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് സിമ്പിൾ ഇൻ ദിസ് പ്ലേ. ഈ ഒരു പ്ലേയിൽ മ്യൂസിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിമ്പിളാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സിമ്പിൾസ് ഒക്കെ ചോദിക്കുക. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സിമ്പിളാണ് ഇത് മ്യൂസിക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ മ്യൂസിക് എന്താണ് ഇതിൻ്റെ ഒരു സിമ്പിളായിട്ട് കൊണ്ടുവരുന്നത്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു മ്യൂസിക്കിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പത്തറ്റിക്കൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചേഞ്ചിങ് കണ്ടീഷൻസ് അവിടെ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ മ്യൂസിക്കിന് വളരെ സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്നുള്ളതും കൂടി ഓർത്ത് വയ്ക്കുക. ആൻസർ ഇതാണ്. മ്യൂസിക് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് സിമ്പിൾ. നേരത്തെ പറഞ്ഞ പോലെ മ്യൂസിക് എന്താണ്? മ്യൂസിക് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സിമ്പിൾ ഇൻ ദ പ്ലേ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ. ഓക്കെ, ഇനി എന്താണ് ആ മ്യൂസിക്കിൻ്റെ സിഗ്നിഫിക്കൻസ്? ആൻസർ ഇതാണ്. വെൻ ദ മ്യൂസിക് റിങ്സ് ലൗഡർ, വെൻ ദ മ്യൂസിക് റിങ്സ് ലൗഡർ, the protagonist comes closer to his natural life. ഓക്കെ, മ്യൂസിക് ഉണ്ടാവുന്ന സമയത്ത് എന്താണ്? പ്രോട്ടഗണിസ്റ്റ് കംസ് ക്ലോസർ ടു ഹിസ് നേച്ചുറൽ ലൈഫ്. പ്രോട്ടഗണിസ്റ്റ് അദ്ദേഹത്തിൻ്റെ നേച്ചുറൽ ലൈഫിലായിരിക്കും ഉണ്ടാവുക. ഇനിയോ, വെൻ ദ മ്യൂസിക് റിങ്സ് ലോ, he becomes estranged from his life അല്ലെങ്കിൽ സെൽഫ്. ഓക്കെ, മ്യൂസിക് വളരെ ഹൈ ടോണിൽ കേൾക്കുമ്പോൾ, ലൗഡറായിട്ട് കേൾക്കുമ്പോൾ പ്രോട്ടഗണിസ്റ്റ് കംസ് ക്ലോസ് ടു ഹിസ് നേച്ചുറൽ ലൈഫ് അല്ലേ? പാട്ട് ഉറക്കെ കേൾക്കുമ്പോൾ എന്താണ്? അദ്ദേഹം തൻ്റെ ലൈഫിലേക്ക് വന്നു. ആ മ്യൂസിക് ഫെയ്ഡ് ചെയ്ത് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ലോ വോയിസിൽ കേൾക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം എസ്ട്രേഞ്ച്ഡ് ഫ്രം ഹിസ് ഓർഡിനറി ലൈഫാണ് അല്ലെങ്കിൽ സെൽഫാണ്. അതിൽ നിന്നും തികച്ചും അപരിചിതനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഹൗ ഓൾഡ് ഈസ് ബിഫ്? ബിഫും ഹാപ്പിയാണ്, 2 സൺസ് അല്ലേ? 2 സൺസ്, ബിഫ് ആൻഡ് ഹാപ്പി. ബിഫ് ഈസ് എൻ എൽഡർ സൺ ആണ്. ഹൗ ഓൾഡ് ഈസ് സ്റ്റിഫ്? 34 years old എൽഡർ സൺ. 34 years old എൽഡർ സൺ ആണ് ആര്? നമ്മുടെ ബിഫ്. 34 years old എൽഡർ സൺ ഇസ് ബിഫ് അല്ലേ? ബിഫ് ആരാണ്? 34 years old എൽഡർ സൺ ആണ് ബിഫ് എന്നുള്ള കാര്യം ആലോചിക്കുക. നമ്മുടെ ഹാപ്പി 32 years ആണ് കേട്ടോ, ഓർത്തിരിക്കുക. ഹാപ്പി ചെറുതാണ്, ബിഫാണ് എൽഡർ സൺ. ഹൗ ഓൾഡ് ഈസ് ബിഫ് എന്ന് വെച്ചാൽ ആൻസർ 34 years ഓഫ് അല്ലെങ്കിൽ 34 years old എൽഡർ സൺ. 34 years old എൽഡർ സൺ. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ബിഫ് സ്റ്റീൽ ഫ്രം ബിൽ ഒലിവേഴ്സ് സ്റ്റോർ ആസ് ആൻ അഡൽട്ട്? വാട്ട് ഡസ് ബിഫ് സ്റ്റീൽ ഫ്രം ബിൽ ഒലിവേഴ്സ് സ്റ്റോർ ആസ് ആൻ അഡൽട്ട്? 2 തവണ ഇങ്ങനെ സ്റ്റീൽ ചെയ്യുന്നത് പറയുന്നുണ്ട് കേട്ടോ. ഒന്ന് കുട്ടിക്കാലത്ത്, ഒന്നിപ്പോൾ അഡൽട്ടായിട്ട്. വാട്ട് ഡസ് ബിഫ് സ്റ്റീൽ ഫ്രം ബിൽ ഒലിവേഴ്സ് സ്റ്റോർ ആസ് ആൻ അഡൽട്ട്? ആൻസർ എ ഫൗണ്ടെയിൻ പെൻ ഫ്രം ഹിസ് ഡെസ്ക്. A fountain pen from his desk. What does Biff steal from Bill Oliver's store as an adult? A fountain pen from his desk. A fountain pen from his desk. A fountain pen from his desk. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ. Why did Linda, ആരാണ് ലിൻഡ? ലിൻഡ is the wife of വില്ലി ലോമാൻ അല്ലേ? പ്രൊട്ടഗണിസ്റ്റ് ആയിട്ടുള്ള വില്ലി ലോമാൻ്റെ വൈഫാണ്, ലിൻഡ. വൈഫാണ് ലിൻഡ. ചോദ്യം ഇതാണ്. വൈ ഡിഡ് ലിൻഡ പെർസ്യൂഡ് വില്ലി? ചോദ്യം ശ്രദ്ധിക്കണേ. വൈ ഡിഡ് ലിൻഡ പെർസ്യൂഡ് വില്ലി ടു ആസ്ക് ഹിസ് ബോസ് ഹവാർഡ് വാഗ്നർ?
ഹവാർഡ് വാഗ്നർ ആരാണ്? നമ്മുടെ വില്ലിയുടെ ബോസാണ് ഹവാർഡ് വാഗ്നർ. ഓക്കെ, ബോസ് ഹവാർഡ് വാഗ്നർ ടു ലെറ്റ് ഹിം വർക്ക് ഇൻ ന്യൂയോർക്ക്. ടു ലെറ്റ് ഹിം വർക്ക് ഇൻ ന്യൂയോർക്ക്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വൈ ഡിഡ് ലിൻഡ പെർസ്യൂഡ് വില്ലി to ask his boss Howard Wagner to let him work in New York? ആൻസർ എന്താണ്? if it is so, ഇങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? if it is so, Willie won't have to travel much. if it is so, Willie won't have to travel much. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഒരുപാട് ദൂരെ യാത്ര ചെയ്യണം. ന്യൂയോർക്കിലാണെങ്കിൽ യാത്ര ചെയ്യേണ്ട ആവശ്യകത വരുന്നില്ല. ഇഫ് ഇറ്റ് ഈസ് സോ, വില്ലി വോണ്ട് ഹാവ് ടു ട്രാവൽ മച്ച്. അല്ലെ, വില്ലിക്ക് ഒത്തിരി ദൂരം, കാരണം പ്രായമായി, ഓൾഡ് ഏജ് ആയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് യാത്ര ചെയ്യാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ലിൻഡ പറയുന്നതാണ് ഇങ്ങനെ ഇവിടെ ബോസിനോട് അടുത്ത് തന്നെ ജോലി കൊടുക്കാനായിട്ട് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് അവൾ പ്രേരിപ്പിക്കുകയാണ്. ഓക്കെ, 18ാമത്തെ ചോദ്യം, ഹൂ ആർ വില്ലീസ് സൺസ്? നമ്മൾ ഒരാളെ പേര് ഇപ്പം ഒരാളല്ല, നേരത്തെ രണ്ടുപേരെയും പറഞ്ഞു അല്ലേ, വയസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിഫും ഹാപ്പിയാണെന്ന് അറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തതാണ്. ഹൂ ആർ വില്ലി സൺസ്? ബിഫ് ആൻഡ് ഹാപ്പി. ബിഫാണ് എൽഡർ സൺ. വയസ്സ് എത്ര പറഞ്ഞു? 34 ആണ് നമ്മൾ പറഞ്ഞത്. ഹാപ്പി ആണെങ്കിൽ 32 ആണ്. ബിഫിൻ്റെ വയസ്സ് ഏജ് ചോദിക്കാറുണ്ട്, അപ്പം അതുകൊണ്ട് അത് ഓർത്തിരിക്കുക. 34 years old ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഹൂ ആർ വില്ലി സൺസ്? ആൻസർ ബിഫ് ആൻഡ് ഹാപ്പി. ബിഫ് ആൻഡ് ഹാപ്പി. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ 20 ക്വസ്റ്റ്യൻ അല്ല 10-30 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. കാരണം ഒരു വലിയ ഡ്രാമയൊക്കെ ആകുമ്പോൾ ഒരുപാട് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട്. എന്നാലും അതിൽ നിന്നൊക്കെ മാക്സിമം സെലക്റ്റീവായിട്ടാണ് 30 ക്വസ്റ്റ്യൻസ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനിയും ഒരുപാട് എണ്ണം ഉണ്ട്. ഇത് മാത്രം നോക്കിയാൽ പോരാ, എങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ മാത്രമാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? വലിയ ലോങ് വീഡിയോ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ പാർട്ടായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിലൊക്കെ ഉപരിയായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നോക്കണം. ഇത് ഒന്ന് ലാസ്റ്റായിട്ട് ഒന്നുകൂടി നോക്കാൻ വേണ്ടി മാത്രം ഹെൽപ്ഫുള്ളായിട്ടൊന്ന് ചിന്തിക്കുക. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ റെസ്റ്റോറൻറ്റ് വെർ ഹാപ്പി ആൻഡ് ബിഫ് ടേക്ക് വില്ലി? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ റെസ്റ്റോറൻറ്റ് വെർ ഹാപ്പി ആൻഡ് ബിഫ് ടേക്ക് വില്ലി? ഇതൊക്കെ നമുക്കറിയാം, ആ ഡ്രാമയിലാ വരുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ റെസ്റ്റോറൻറ്റ് വെർ ഹാപ്പി ആൻഡ് ബിഫ് ടേക്ക് വില്ലി? ഏതാണ് ആൻസർ? ഫ്രാങ്ക്സ് ചോപ്പ് ഹൗസ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫ്രാങ്ക്സ് ചോപ്പ് ഹൗസ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ റെസ്റ്റോറൻറ്റ് വെർ ഹാപ്പി ആൻഡ് ബിഫ് ടേക്ക് വില്ലി? ആൻസർ ഫ്രാങ്ക്സ് ചോപ്പ് ഹൗസ്. ഓർത്തിരിക്കുക, ഫ്രാങ്ക്സ് ചോപ്പ് ഹൗസ്. What is the name of the restaurant where Happy and Biff take Willy? ആൻസർ എന്താണ്? ഫ്രാങ്ക്സ് ചോപ്പ് ഹൗസ്. ഓർത്തിരിക്കുക കേട്ടോ, ഫ്രാങ്ക്സ് ചോപ്പ് ഹൗസ്. ഇനി അടുത്ത ചോദ്യം, ഇപ്പം ഈ ഡെത്ത് ഓഫ് എ സെയിൽസ്മാന് അവാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു പുലിറ്റ്സർ പ്രൈസ് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെൻ ഡിഡ് ദ പ്ലേ ഗെറ്റ് Pulitzer Prize? When did the play get Pulitzer Prize? Pulitzer spelling ഒരു തെറ്റുണ്ട്. When did the play get Pulitzer Prize? Answer 1941. 1941. When did the play get Pulitzer Prize? 1941. When did the play get Pulitzer Prize? ആൻസർ എന്താണ്? 1941. ഓർത്തിരിക്കേണ്ട ഇയർ ആണ് 1941 ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, 1941 പുലിറ്റ്സർ പ്രൈസ് കിട്ടിയത് എന്ന് ഓർത്തിരിക്കുക. ഈ പ്ലേ ഫസ്റ്റ് പെർഫോംഡ് എന്ന് പറയുമ്പോൾ 1949 February 10 ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, വാട്ട് സബ്ജക്റ്റ് ഡിഡ് ബിഫ് ഫെയിൽ ഇൻ ഹൈസ്കൂൾ? അവൻ്റെ കുട്ടിക്കാലത്തെ കാര്യം പറയുന്നു. വാട്ട് സബ്ജക്റ്റ് ഡിഡ് ബിഫ് ഫെയിൽ ഇൻ ഹൈസ്കൂൾ?
ഏത് സബ്ജക്റ്റിലായിരുന്നു ഫെയിലായിട്ട് വന്നിട്ടുള്ളത്? മാത്സ് ആണ്. വാട്ട് സബ്ജക്റ്റ് ഡിഡ് ബിഫ് ഫെയിൽ ഇൻ ഹൈസ്കൂൾ? മാത്സ്. വാട്ട് സബ്ജക്റ്റ് ഡിഡ് ബിഫ് ഫെയിൽ ഇൻ ഹൈസ്കൂൾ? മാത്സ്. ഓക്കെ, വാട്ട് സബ്ജക്റ്റ് ഡിഡ് ബിഫ് ഫെയിൽ ഇൻ ഹൈസ്കൂൾ? മാത്സ്. കൂടുതലായിട്ട് നമുക്ക് ഈ ഡെത്ത് ഓഫ് എ സെയിൽസ്മാനിൽ വില്ലിയും ബിഫും തമ്മിലുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഒന്നുകൂടി ഓർമ്മ വരിക അല്ലേ, മറ്റേ ഹാപ്പിയേക്കാളും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ബിഫിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ മിക്കതും ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: ഹൗ ലോങ് ഹാസ് വില്ലി വർക്ക്ഡ് ഫോർ ഹിസ് സെയിൽസ് ഫ്രം? അല്ലേ, എത്ര വർഷത്തോളം എന്നാണ് ചോദിക്കുന്നത്. ഹൗ ലോങ് ഹാസ് വില്ലി വർക്ക്ഡ് ഫോർ ഹിസ് സെയിൽസ് ഫ്രം? ഹൗ ലോങ് ഹാസ് വില്ലി വർക്ക്ഡ് ഫോർ ഹിസ് സെയിൽസ് ഫ്രം ആണ് ചോദ്യം ചോദിക്കുന്നത്. നമ്മൾ പറഞ്ഞു നമ്മുടെ വില്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓൾഡ് ഏജ്ഡായിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം കുറച്ച് കാലം അല്ലേ, കാരണം അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് തമ്മിലുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പെട്ടെന്നുള്ള ഒരു ചേഞ്ചിങ് ഒക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ്റെ ഒരു കാര്യം ചോദിച്ചു നോക്കുകയാണെങ്കിൽ എത്ര വർഷത്തോളം അല്ലേ അദ്ദേഹം ഈ ഒരു ഇതുമായിട്ട് നടന്നു എന്ന് പറയുമ്പോൾ ആൻസർ എന്താണ്? ബിറ്റ്വീൻ 34 and 36 years. ബിറ്റ്വീൻ 34 and 36 years. ഇതിൽ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഈ ഒരു വർഷത്തിലുപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഓർഡിനറി ലൈഫ് അല്ലെങ്കിൽ ഒരു ഓർഡിനറി പീപ്പിളിൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും അതേ ഒരു ലൈഫാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലേ. കാരണം ഇത്ര കാലം അല്ലെങ്കിൽ ഇത്രയും ജോലി ചെയ്തിട്ടും ഒന്നിലേക്കും എത്തിപ്പെടാത്ത ഒരു കണ്ടീഷനിലേക്ക് എല്ലാവരും അങ്ങനെയൊന്നല്ല, പക്ഷേ ഒരു ഓർഡിനറി ലൈഫ് നോക്കുമ്പോൾ നമുക്കറിയാം അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ബട്ട് അവിടെ എന്നതാണ് ഒരു നമ്മുടെ ലൈഫിന് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പണിയെടുക്കുന്നതിന് ഒരു കാര്യവും ഇല്ലാത്ത പോലെ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. എന്നാൽ നമ്മളൊട്ടും സാറ്റിസ്ഫൈഡ് ആവാത്ത രീതിയിലേക്ക് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എപ്പോഴും മിസറബിളായിട്ടുള്ള കണ്ടീഷൻസ് നമുക്ക് സാധാരണക്കാരുടെ ലൈഫ് നമുക്കറിയാവുന്നതാണ്. മീൻസ് നമുക്കറിയാം, നമ്മുടെ ഓരോരുത്തരുടെ ലൈഫ് നമുക്ക് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യമാണ്. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് ലിൻഡ അസ്യൂം ഹാപ്പൻഡ് when Willie returns home unexpectedly at the top of Act First? Important question ആണ്. What does Linda assume happened when Willie returns home unexpectedly at the top of Act 1? Answer: he crashed the car. What does Linda assume happened when Willie returns home unexpectedly at the top of Act 1? Answer: he crashed the car. ഒന്നുകൂടി നോക്കിക്കോളൂ കേട്ടോ. വാട്ട് ഡസ് ലിൻഡ അസ്യൂം ഹാപ്പൻഡ് വെൻ വില്ലി റിട്ടേൺസ് ഹോം അൺഎക്സ്പെക്റ്റഡ്ലി അറ്റ് ദ ടോപ്പ് ഓഫ് ആക്ട് 1? ആൻസർ: ഹി ക്രാഷ്ഡ് ദ കാർ. 24th ക്വസ്റ്റ്യൻ ഇതാണ്. ടു ഹൂം ഡസ് ബിഫ് വാണ്ട് ടു ആസ്ക് ഫോർ എ ലോൺ ടു ബൈ എ റാൻ? To whom does Biff want to ask for a loan to buy a ranch? Answer: Bill Oliver. ആൻസർ എന്താണ്? ബിൽ ഒലിവർ. ഓക്കെ, നമ്മൾ ബിൽ ഒലിവറിനെ നേരത്തെ കണ്ടതാണ് അല്ലേ. ഒരു സ്റ്റോർ, ബിൽ ഒലിവറിൻ്റെ സ്റ്റോർ അല്ലേ, അവിടെ നിന്ന് എന്താണ് ബിഫ് സ്റ്റീൽ ചെയ്ത് എന്നൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഒരു ഫൗണ്ടൻ പെന്ന് അല്ലേ, അതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, 25ാമത്തെ ക്വസ്റ്റ്യൻ. which is the style used by the playwright to convey the aspect of the protagonist's actual inner realism? ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം.
which is the style used by the playwright Arthur Miller, American playwright, ഓർമ്മയുണ്ടല്ലോ. which is the style used by the playwright to convey the aspect of the protagonist actual inner realism. Okay, which is the style used by the playwright to convey the aspect of the protagonist's actual inner realism. ആക്ച്വൽ ഇന്നർ അല്ലെ, ആ ഒരു ഇന്നറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫീലിങ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, യാഥാർത്ഥ്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്ലെയറായിട്ട് യൂസ് ചെയ്തിട്ടുള്ള സ്റ്റൈൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഇതാണ്, മില്ലർ ഈസ് യൂസ്ഡ് the style of blurring എന്ന് പറഞ്ഞാൽ അറിയാലോ, the style of blurring the protagonists past and present. Miller is used the style of blurring the protagonists past and present. ഓക്കെ, നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് കോൺഫ്ലിക്റ്റ് അതിൽ വരുന്നുണ്ട്. അതാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. which is the style used by the playwright to convey the aspect of the protagonist's actual inner realism. Answer, Miller is used the style of blurring the protagonist's past and present. ഇനി 26ാമത്തെ ചോദ്യം, who was Bernard ചോദിച്ചിട്ടുള്ളതാണ്. ബെർണാഡ് ആരാന്നുള്ളത്. Who was Bernard? Answer, Bernard was Charlie's son. ആരാണ് ചാർലി? എ നൈബർ ഓഫ് വില്ലി. ബെർണാഡ് ആരാണ്? ബെർണാഡ് വാസ് ചാർലീസ് സൺ. ചാർലി ആരാണ്? എ നൈബർ ഓഫ് വില്ലിയുടെ നെയ്ബറായിട്ടുള്ള ചാർലിയുടെ സണ്ണാണ് ബെർണാഡ്. ഓക്കെ, ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഈ ബെർണാഡ് നല്ലൊരു ഹൈ സ്റ്റാറ്റസ് ഒക്കെ ആയി, പക്ഷേ ഇവർ വില്ലിയുടെ മക്കളൊന്നും ആയിട്ടില്ല എന്നുള്ള ഒരു കാര്യമൊക്കെ അതിൽ വരുന്നുണ്ട്. ഓർക്കുന്നുണ്ടായിരിക്കും, ഡ്രാമ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആരാണ്? ഹൂ വാസ് ബെർണാഡ് വാസ് ചാർലീസ് സൺ, എ നെയ്ബർ ഓഫ് വില്ലി. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കഴിയാനായിട്ട് ഒരു 30 ക്വസ്റ്റ്യനാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ബോറടിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ സാധാരണയായിട്ട് 20-21 അല്ലേ, മാക്സിമം പോയ 25 വരെയൊക്കെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഇപ്പം നമ്മളൊരു 30 ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം, കാരണം ഇനിയും ക്വസ്റ്റ്യൻസ് ഇതിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം വേണ്ടി വരും. അല്ലെങ്കിൽ 1, 2, 3 പാർട്ടായിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നമുക്കതിൽ നിന്ന് എടുക്കാൻ പറ്റും. പക്ഷെ അത്യാവശ്യമായത് വേണ്ട മാത്രമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളൂ. അപ്പോൾ 27ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. വാട്ട് ഡസ് വില്ലി കംപ്ലെയിൻ ടു ലിൻഡ അബൌട്ട് ഹിസ് ജോബ്? വാട്ട് ഡസ് വില്ലി എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ട് അല്ലേ, അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരാളാണ്. What does Willie complain to Linda about his job? Answer, Willie complains that people don't like him and that he is not good at his job. What does Willie complain to Linda about his job? Willie complains to Linda that ലിൻഡ ആരാ? ലിൻഡ വില്ലിയുടെ വൈഫാണ്. വില്ലി കംപ്ലെയിൻസ് ടു ലിൻഡ ദാറ്റ് പീപ്പിൾ ഡോണ്ട് ലൈക്ക് ഹിം ആൻഡ് ദാറ്റ് ഹി ഈസ് നോട്ട് ഗുഡ് അറ്റ് ഹിസ് ജോബ്. വാട്ട് ഡസ് വില്ലി കംപ്ലെയിൻ ടു ലിൻഡ അബൌട്ട് ഹിസ് ജോബ്? വില്ലി കംപ്ലെയിൻസ് ദാറ്റ്, ആരോടാ കംപ്ലൈൻറ്റ് ചെയ്യുന്നത്? ടു ലിൻഡ. വില്ലി കംപ്ലെയിൻസ് ടു ലിൻഡ ദാറ്റ് പീപ്പിൾ ഡോണ്ട് ലൈക്ക് ഹിം ആൻഡ് ദാറ്റ് ഹി ഈസ് നോട്ട് ഗുഡ് അറ്റ് ഹിസ് ജോബ്. ഓക്കെ, ഇനി അടുത്തത് 28ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഡസ് ഹാപ്പി റെപ്രസെൻറ്റ്? ഹാപ്പി, ഇതിൽ ഹാപ്പി എന്നുള്ളത് കൊണ്ട് എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹാപ്പി എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്?
ആൻസർ ഹാപ്പി represents Willie's sense of self-importance. എന്താണ് ഹാപ്പി റെപ്രസെൻറ്റ്സ്? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. വാട്ട് ഡസ് ഹാപ്പി, ദ വേർഡ് ഹാപ്പി, അതെന്താണ്? ആ ഒരു വേർഡിനോട് റിലേറ്റഡ് ആയിട്ടാണ് ആൻസർ വരുന്നത്. വാട്ട് ഡസ് ഹാപ്പി റെപ്രസെൻറ്റ്? ഹാപ്പി റെപ്രസെൻറ്റ്സ് വില്ലീസ് സെൻസ് ഓഫ് സെൽഫ് ഇമ്പോർട്ടൻസ്. സെൻസ് ഓഫ്, ഒന്നോർത്തിരിക്കുക, സെൽഫ്. അപ്പോൾ നമ്മളോട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ചോദിക്കും കേട്ടോ, ഇതൊക്കെയാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഇവിടെ ഹാപ്പി എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? വില്ലീസ് സെൻസ് ഓഫ് സെൽഫ് ഇമ്പോർട്ടൻസ്. വില്ലിയുടെ സെൽഫ് അല്ലേ, സെൻസ് ഓഫ് സെൽഫ് ഇമ്പോർട്ടൻസ്, ആംബിഷൻ ആൻഡ് ബ്ലൈൻഡ് സെർവിറ്റ്യൂഡ് ടു സൊസൈറ്റൽ എക്സ്പെക്റ്റേഷൻസ്. ഹാപ്പി റെപ്രസെൻറ്റ്സ് വില്ലീസ് sense of self-importance, ambition and blind servitude to societal expectations. Societal expectations. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Who owned a diamond mine in Africa? Who owned a diamond mine in Africa? ആൻസർ ക്വസ്റ്റ്യൻ ഒന്ന് കൂടി നോക്കാം. ഹൂ ഓൺഡ് എ ഡയമണ്ട് മൈൻ ഇൻ ആഫ്രിക്ക? ആൻസർ ബെൻ. ആരാണ് ബെൻ? വില്ലീസ് ബ്രദർ. ബെൻ വില്ലീസ് ബ്രദർ. ഹൂ ഓൺഡ് എ ഡയമണ്ട് മൈൻ ഇൻ ആഫ്രിക്ക? ആൻസർ ബെൻ. ബെൻ വില്ലീസ് ബ്രദർ. വില്ലിയുടെ ബ്രദറായിട്ടുള്ള ബെന്നാണ് ഒരു ഡയമണ്ട് മൈൻ എവിടെ? ആഫ്രിക്കയിൽ അതിൻ്റെ ഓണറായിട്ട് ഇരിക്കുന്നത്. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ ഇൻസ്പയർഡ് വില്ലി ടു ഗോ ഇൻ ടു സെയിൽസ്? ഹൂ ഇൻസ്പയർഡ് വില്ലി ടു ഗോ ഇൻ ടു സെയിൽസ്? ചോദ്യം ഒന്നും കൂടി നോക്കാം. ഹൂ ഇൻസ്പയർഡ് വില്ലി ടു ഗോ ഇൻ ടു സെയിൽസ്? ആൻസർ a legendary salesman named Dave Singleman. A legendary salesman named Dave Singleman. Who inspired Willie to go into sales? A legendary salesman named Dave Singleman. A legendary salesman named Dave Singleman. അപ്പോൾ 30 ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യണം, പഠിക്കണം. ഇത് മാത്രമാണെന്ന് വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം നിങ്ങളുടെ വിലപ്പെട്ട ഉപദേശങ്ങൾ അല്ലെങ്കിൽ കമൻറ്റുകളാണ് നമുക്ക് തീർച്ചയായിട്ടും ക്ലാസ്സിനെ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ നമ്മളെ ഉപകരിക്കുന്ന നമുക്ക് പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടും. കാരണം ഇനിയിപ്പോൾ നമ്മുടെ HSST എക്സാം ഇത് വിളിക്കാൻ പോവുകയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ഹെൽപ്ഫുൾ ആവുന്ന ക്ലാസ്സുകൾ ഇതിൽ അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. അതിനൊന്നുകൂടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നല്ല ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഓക്കെ, ഗുഡ് ബൈ. താങ്ക് യു.